എന്താ തിമ്മയ്യ ഞാനീ കേക്കണേ? എന്ത് കേട്ടു എന്നാ താൻ പറയണത്? തിമ്മയ്യൻ ബാങ്കിലെ പണം തിരിച്ചടയ്ക്കാൻ നേരിട്ടുണ്ടോ? ആ പാർത്തലും കൂട്ടരും എന്റെ തല മുട്ടയടിച്ച് പുള്ളിയും കുത്തി ചെരുപ്പുമാല ഇടിച്ച് കൈതപ്പുറത്ത് നടത്തുന്നു പറഞ്ഞ എന്റെ വീട്ടിൽ വന്ന് ബഹളുണ്ടാക്കി. ഇതാണോ കാര്യം? താൻ വിഷമം എടുക്കണ്ട. അവൻ പറഞ്ഞതൊക്കെ ആ പാർത്തനെ കൊണ്ട് മുകുന്ദനെ ഞാൻ ചെയ്യിക്കും. അവൻ അങ്ങനെ ചെയ്യിപ്പിച്ചോണ്ട് എനിക്ക് എന്താ കാര്യം? എന്റെ പോയ വഴി തിരിച്ചു കിട്ടുമോ? എടോ മണ്ട, പണി തിരിച്ചു കിട്ടാനാ പൈസ അടയ്ക്കാമെന്ന് തിന്മയും സമ്മതിച്ചത്. തൽക്കാലം പണം അടക്കിയല്ലാതെ തന്റെ സസ്പെൻഷൻ പിൻവലിക്കാൻ യാതൊരു നിവൃത്തിയില്ല. അപ്പൊ എനിക്ക് കുഴപ്പമുണ്ടാവില്ല? ഇല്ല. അപ്പൊ തിമ്മയ്യ ഞാൻ പോട്ടെ. തിമ്മയ്യ ഒറ്റയ്ക്ക് പോവാൻ എനിക്ക് പേടിയാവണു. ഒറ്റയ്ക്കല്ലേ താൻ ഇങ്ങോട്ട് വന്നത്? അപ്പോഴത്തെ ബേജാറിൽ ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള കാര്യം മറന്നുപോയി. തിമ്മയിന്റെ കയ്യിൽ ഇഷ്ടം പോലെ പോത്തുകളുണ്ടല്ലോ, ഒരെണ്ണത്തിന് എന്റെ കൂടെ പറഞ്ഞയക്കി. ഒരു ധൈര്യത്തിനാടോ. ഞാൻ പോട്ടോ റമീസേ. ഗോമതി 2-3 കാപ്പിയിട്. കൂത്തൊള്ളി. മുതലാളി ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരെ അങ്ങോട്ടേ വരുള്ളായിരുന്നു. തന്നെയും ഭാര്യയും പാർത്താൻ ഇറക്കി വിട്ട വിവരം നിമ്മ എസ്രേനു പുട്ടണ്ണ. ഈ പുട്ടണ്ണ വന്ന് തിമ്മയ്യനോട് പറഞ്ഞപ്പോ തിമ്മയ്യൻ ഞെട്ടിപ്പോയി. പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഉടനെ ആളെ വിട്ട് കളപ്പുര റെഡിയാക്കാൻ പറഞ്ഞു. ഒരു വഴി അടയുമ്പോ ദൈവം വേറൊരു വഴി കാണിച്ചു തരും. ദൈവത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇന്ന് തിമ്മയ്യ ഇല്ലായിരുന്നെങ്കിൽ ദൈവം നിനക്ക് പെരുവഴി കാണിച്ചു തന്നെ. അതൊക്കെ പോട്ടെ. മുകുന്ദൻ സാറ് മധ്യസ്ഥം പറയാൻ വന്നിട്ട് എന്തായി? മുതലാളി, മുകുന്ദൻ സാറ് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ മോൻ എന്നെ കൈവച്ചേനെ. ഇത് കർണാടക നാടകം. നിന്റെ ചെക്കൻ പോസ്റ്റും കാല് പോലെ വളർന്നേ ഉള്ളൂ. അവൻ അങ്ങട് ചാടറ കുഞ്ഞിരാമ, ഇങ്ങട് ചാടറ കുഞ്ഞിരാമ, വെള്ളം കോരുന്ന് കാണിക്കട കുഞ്ഞിരാമ, കാവടിയാടുന്ന് കാണിക്കട കുഞ്ഞിരാമ. ഇതൊക്കെ അവനെ കൊണ്ട് ചെയ്യിക്കുന്ന ആരാ? ആ കുറവനാ, മുകുന്ദൻ കുറവൻ. അയ്യാ എന്നടി? അയ്യ, പാലില്ലേ? പാലില്ല, കട്ടൻ കാപ്പി എടുക്കട്ടെ. ഗോമതി ആദ്യമായിട്ട് തരണതല്ലേ, വാങ്ങി കുടിക്കല്ലേ. വേട ഗോമതി, ഊരും മണി ഇഷ്ടായിത്താ? இந்த ஊரும் வீடு உனக்கு பிடிச்சாச்சான்னு முதலாளி கேக்குறேன். ரொம்ப பிடிச்சாச்சு. അതെ, എവിടുന്ന് പൊക്കി ഈ സാധനത്തിന്? അത് ഞാൻ മേട്ടുപാളയത്തിൽ ഓട് കൊണ്ടുപോയപ്പോ ഒരു ചായക്കടയിൽ വെച്ച് പരിചയപ്പെട്ടതാ. പാവാ. അല്ല, അത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. ഇനി മേട്ടുപാളയത്ത് മുമ്പ് എനിക്ക് ನಾವು ಬರ್ತೀನಿ. ನಿಮಗೂ ಏನು ಬೇಕಂದ್ರೆ ನಮ್ಮನೆ ಹತ್ರ ಕೇಳು. എന്താ ചരക്ക്? ഹലോ, വാ കേറ്. ആ കടയിൽ മുഴുവൻ ആൾക്കാരാ. അവരൊന്നും ഇതിൽ കേട്ടാൻ പറ്റില്ല. നീ കേറ്. അതൊന്നും പറ്റില്ല. മര്യാദക്ക് കേറണ്ടോ? ഇല്ലേ, നാട്ടുകാരെ വിളിച്ചുകൂട്ടി ഞാൻ അവരുടെ മുമ്പിൽ വെച്ച് കെട്ടിപ്പിടിക്കും. പിന്നെ ഞാൻ എന്താ ചെയ്യണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ഓ പിന്നെ കേറില്ലേ? ഉറപ്പാണോ? ഷോക്കടിച്ചോ? ഈ കൈ എന്തിനാ അവിടെ വെക്കണേ? ഇവിടെ വെച്ചൂടെ? എന്ന് തേഞ്ഞു പോവോ? ഇല്ല, കുഴപ്പമൊന്നും ഉണ്ടാക്കൂല. ഞാൻ പരീക്ഷിച്ചതല്ലേ. ആരെങ്കിലും കണ്ടോ? അയ്യോ, ആരും കണ്ടിട്ടില്ല. കാണണമെങ്കിൽ വേഗം കേറ്. നമുക്ക് മാർക്കറ്റ് വഴി ഒന്ന് കറങ്ങാം. അതല്ല, അണ്ണൻ അറിഞ്ഞ? ഓ പിന്നെ, അണ്ണൻ അറിഞ്ഞ എന്റെ മൂക്കടിച്ചെത്തു. അതെ, സുന്ദരനും സുമുഖനും ഉദ്യോഗസ്ഥനുമായ മുകുന്ദനുമായി തന്റെ ഒരേ ഒരു പെങ്ങള് പ്രേമത്തിലാണെന്ന് അറിയുമ്പോ ആ വിദ്യാഭ്യാസത്തിലെത്ത പാർത്തൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. എന്തേ? നല്ല അടിതന്ന രണ്ടെണ്ണത്തിനും തുള്ളിച്ച് ഓടിക്കുമെന്ന് എന്റെ പേടി. എന്നെ വലിയ നിലയിലേക്ക് കെട്ടിച്ചയക്കണമെന്ന് അണ്ണന്റെ ആഗ്രഹം. തെങ്ങിന്റെ മുകളിലേക്കാണോ? ഞാനില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. വലിയ നിലയിൽ കന്നുകാലികളെ മേക്കണ വല്ല കാലിച്ചക്കനെ കൊണ്ട് കെട്ടിച്ചേനെ നിന്റെ അണ്ണൻ. ഞാനല്ലാതെ വേറെ വല്ലോരും ഈ ചാണ മണക്കണ നാട്ടിലെ ഇടയപ്പെണ്ണിന്റെ വലയിൽ വീഴൂ? വേണ്ട, വീഴണ്ട. കാലിച്ചെറുക്കനല്ലാതെ ആരെങ്കിലും കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്റെ കോളേജിൽ പുതിയൊരു സാറ് വന്നിട്ടുണ്ട്. ഭയങ്കര സുന്ദരനാ. ഏയ്, അത്രക്കൊന്നും ഉണ്ടാവില്ല. 6 അടി പൊക്കം, കട്ടി മീശ, നല്ല ശബ്ദം. ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോഴേ എന്റെ മുഖത്തൊന്ന് കണ്ണെടുക്കില്ല. എന്നോട് ചോദിക്കാം, നാടെവിടെയാ, വീടെവിടെയാ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ടൗണിൽ താമസിക്കാൻ ഇഷ്ടമാണോന്നൊക്കെ. വായി നോക്കി അവനെന്നെ ജയിലിലേക്ക് ഇട്ടെന്നാ തോന്നണേ. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. എന്റെ ഭാഗ്യം. ഞാൻ തമാശ പറഞ്ഞല്ല കേട്ടോ.
അങ്ങേർക്കും ഈ വട്ട് തുടങ്ങിയെന്നാ തോന്നണേ. നമ്മുടെ കാര്യം വേഗം അണ്ണനെ അറിയിച്ചില്ലെങ്കിൽ കുഴപ്പാവും. ഞാൻ അമ്മയ്ക്ക് എഴുതിയിട്ടുണ്ട്. നിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. മറുപടി വന്നിട്ട് വേണം നിന്റെ അണ്ണന്റെ മുമ്പിൽ ഒന്ന് ചോദിക്കാൻ. എടോ മല കയറി പാർത്ത തന്റെ മരം കയറി പെങ്ങൾ എനിക്ക് കെട്ടിച്ചേരുമെന്ന്. അമ്മയ്ക്കെന്നെ ഇഷ്ടാവോ? അമ്മ നിന്റെ ഫോട്ടോ കണ്ട് മറുപടിക്ക് വരെ ഇങ്ങ് പോന്നേക്കൊന്നും എന്റെ പേടി. നമ്മുടെ കാര്യത്തിലൊരു തീരുമാനമായാൽ പിന്നെ അണ്ണനെ പിടിച്ച് കെട്ടിക്കണം. പാവം, എന്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ട് കല്യാണം കഴിക്കുന്ന വാശി പിടിച്ചിരിക്കുക. കൃഷ്ണഗിരിയിലെ ഗംഗാവ അവര് കാത്തിരിക്കാം. ദൈവമേ, ഈ മുരടിനോടും പ്രേമോ? വെറുതെ അല്ല പ്രേമത്തിന് കണ്ണില്ല എന്ന് പറയണേ. അല്ല, ഈ ഗംഗവ കാണാനെങ്ങനെ? സുന്ദരിയാ? നല്ല ഡാൻസുകാരിയാ. ഹള്ളിയിലെ കോവിലിലെ കൃഷ്ണലീലയ്ക്ക് വരും. അയ്യോ, നേരം കുറയായി, ഞാൻ പോവാ. അണ്ണൻ അന്വേഷിക്കും. അല്ല അതെ ഒന്ന് ഞാൻ എന്തൊരു മണ്ടരാണെന്ന് നോക്കി സംസാരിച്ചോണ്ടിരുന്നപ്പോ ഞാനത് എന്താ ഒരു മരോ അയ്യടാ പാടുന്നു. വെയിറ്റ് ഇടണ്ട, ഇഷ്ടമായില്ലെങ്കിൽ തിരിച്ചെന്നാക്കാം. ആദ്യം അമ്മയുടെ കത്ത് വരട്ടെ. അതില് സമ്മതം അല്ലാന്നാണെങ്കിൽ ഇപ്പൊ തട്ടത് വേസ്റ്റ് ആവില്ലേ? അത് ഞാൻ സഹിച്ചു. കത്തിന്റെ കാര്യം പറയണ്ടായിരുന്നു. ഉമ്മയ്ക്കൊക്കെ ഇപ്പൊ എന്താ വില? ഞാൻ തന്നാ മതിയാ. എന്നിട്ട് എന്റെ സാറേ പിന്നീട് ഉണ്ടായതൊന്നും പറയണ്ട. ഞാനും നീലവയും മുഖത്തോട് മുഖം നോക്കി ആ മുറിക്കകത്ത് കുറേ നേരം വെറുതെ ഇങ്ങനെ ഇരുന്നു. അന്ന് ഇങ്ങനെ കല്യാണം കഴിക്കേണ്ടി വരുമെന്ന് ഓർത്തില്ലല്ലോ. പുറത്താണെങ്കിൽ നാട്ടുകാരായിട്ടുള്ള നാട്ടുകാര് മുഴുവനും. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ, കാലത്ത് ജീപ്പ് വരും. അന്തോണി വരൂ. നിക്ക് തിമ്മയ്യ, ഞാൻ ഈ കഥയൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. സാറാണെങ്കിൽ രസം പിടിച്ച് എന്നിട്ട് എന്റെ സാറേ ഒടുക്കം എന്തും വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വാതിലുറന്നു. മുറ്റത്ത് നിറച്ച് കർണാടകക്കാര്. നീലുവ കർണാടകക്കാരി, നീലുവയുടെ അനിയൻ കർണാടകക്കാരൻ, ചേട്ടൻ കർണാടകക്കാരൻ, നീലുവയുടെ അമ്മ കർണാടകക്കാരി, നീലുവയുടെ അച്ഛൻ കർണാടകക്കാരൻ, അച്ഛന്റെ ഭാര്യ കർണാടകക്കാരി. എങ്കിൽ പിന്നെ ബാക്കി നാളെ പറഞ്ഞാലോ? അതെന്താ കർണാടകക്കാരെ ഇഷ്ടല്ലേ? അന്തോണി, നേരം ഇത്രയൊക്കെ ആയില്ലേ? ആ നേരെ ഇത്രയാക്കിയത് നമ്മളല്ലല്ലോ, അത് ദൈവല്ലേ. അതിന് കർണാടകക്കാരെ എന്ത് പഠിച്ചു? ഞാൻ ബാക്കി കൂടി പറയാം. ഇനി ഭയങ്കര രസ. കാക്കു വരൂ. അന്തോണി വരൂ. ആ ഗ്ലാസ്സും ഉണ്ടാ? ഒരു സത്യം പറയാം, കർണാടകക്കാരെ ഞാൻ ഉമ്മോക്കും. ഒരു കാര്യം പറയട്ടെ. എണീറ്റോ? ഞങ്ങളിങ്ങനെ നേരെ അമ്പലത്തിലേക്ക് പോവാ. ഞാൻ നേരത്തെ 2-3 പ്രാവശ്യം വന്ന് നോക്കി. നല്ല ഉറക്കാൻ തോന്നിയോണ്ടാ വിളിക്കാൻ. ഇതാ പ്രസാദത്തും. शिवाय नम दत्तात्रेयं शोधादाधम ओम ओम नमो नमो शिवाय नमः ओम 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 शिव दत्ताय नमः ഇവിടെ വരാൻ പറഞ്ഞു. गुरुदेवाय दत्ताय नमः ओम लक्ष्मी दवादय दोधाराय सतम ओम लक्ष्मी थवाय नको अदाय स्त्रायाय दोधाय नमः ओम विष्णु भगवान दो स्वाय सत्राय नमः
क्रोधाय समर्पयामि शिवाय शिवाय नमः क्रोधाय समुदायाग्रतो प्रभुभूये नमो नमो शिवाय नमः ഇപ്പോ ഇവളെന്റെ ഭാര്യയാണ്. ഭഗവാനെ സാക്ഷി നിർത്തി ഞാൻ താലി കെട്ടിയ പെണ്ണ. രാധ പറഞ്ഞല്ലോ, താലി കെട്ടിയെന്നൊരു ബന്ധമല്ലാതെ മറ്റൊന്നും നീയും അദ്ദേഹം തമ്മിലില്ലെന്ന്. താലി ഒരു വാഗ്ദാനമാണ്, ഒരു ജീവിതകാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ച് കഴിഞ്ഞോളാന്നുള്ള വാഗ്ദാനം. ഒരിക്കൽ നമ്മൾ സ്നേഹിച്ചിരുന്നു, ഒരുമിച്ച് സ്വപ്നങ്ങൾ കണ്ടിരുന്നു, സത്യമാണ്. പക്ഷേ അതിനീ പറഞ്ഞ താലിയുടെ ഉറപ്പില്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാലും നീ എനിക്ക് വേണ്ടി കാത്തിരിക്കായിരുന്നു. നിന്നെ നഷ്ടപ്പെടുമെന്ന് വന്നപ്പോ മരിക്കാൻ വരെ സന്നദ്ധനായ ഒരു മനുഷ്യനുണ്ട്, നിന്റെ ഭർത്താവ്. അദ്ദേഹം നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എനിക്കറിയാം നീയും അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട്. എന്റെ ജീവിതം നീ കാരണം തകർന്നു എന്നുള്ള കുറ്റബോധം കൊണ്ടാ നീ അത് പ്രകടിപ്പിക്കാത്തത്. എന്റെ കൂടെ വന്ന നിനക്ക് ഒരിക്കലും പഴയ രാധയാവാൻ പറ്റില്ല. കാരണം അന്ന് മുതൽ നീ നിമിത്തം ജീവിതം നഷ്ടപ്പെട്ട മറ്റൊരാളെ കുറിച്ച് ഓർത്ത്, നിന്റെ ഭർത്താവിനെ കുറിച്ച് ഓർത്ത് നീ ദുഃഖിക്കാൻ തുടങ്ങും. ഈ ജന്മത്തിൽ ഈശ്വരൻ നിനക്കായി തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ, എനിക്കും ഇവളെയും. എനിക്ക് അനുവദിച്ചു കിട്ടിയ ജീവിതത്തില് ഞാൻ സംതൃപ്തനാ, എനിക്ക് സന്തോഷ. രാധയ്ക്ക് എന്ത് തീരുമാനമാണെങ്കിലും എടുക്കാം. എല്ലാം അറിഞ്ഞിട്ടും അനുകൂലമായൊരു മറുപടിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ആ മനുഷ്യനെ നിരാശപ്പെടുത്തരുത്. സർ, എനിക്ക് അറിയാം, എനിക്ക് മനസ്സിലാവും. Ha ha ha!